ഹായ് മെയ് 1 അന്നാണ് മലയാളത്തിന്റെ മഹാനടന്മാർ ഒന്നിക്കുന്ന പാട്രിയറ്റ് എന്ന സിനിമ തിയേറ്ററുകളിൽ വരുന്നത്. സിനിമാ പ്രേമികൾക്ക് അന്ന് ഉത്സവമാണ്. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ, അതായത് 140 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് വരുന്ന സിനിമ, മലയാളത്തിന്റെ വമ്പൻ താരങ്ങളായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും അതുപോലെ ഫഹദ് ഫാസിൽ, ചാക്കോച്ചൻ, നയൻതാര, അങ്ങനെ വമ്പൻ താരനിര ഒന്നിക്കുന്ന സിനിമ. തീർച്ചയായും പോസിറ്റീവ് റെസ്പോൺസ് ആണ് പടത്തിന് വരുന്നത് എങ്കിൽ മലയാളത്തിലെ സകല കളക്ഷൻ റെക്കോർഡും ഈ സിനിമ ഭേദിക്കും എന്ന് ഉറപ്പാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതൊരു മമ്മൂട്ടി ചിത്രമാണ്, ഇതൊരു മോഹൻലാൽ ചിത്രമാണ്, ഇതൊരു ഫഹദ് ഫാസിൽ ചിത്രമാണ്, ഇതൊരു ചാക്കോച്ചൻ ചിത്രമാണ്, അങ്ങനെ പറഞ്ഞ് ഫാൻസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. പല ആൾക്കാരും പറയുന്നു മമ്മൂട്ടിയാണ് ഈ സിനിമയിലെ നായകൻ, അതുകൊണ്ട് ഇതൊരു മമ്മൂട്ടി ചിത്രമാണ്. ചിലർ പറയുന്നു ഇതൊരു ചാക്കോച്ചൻ ചിത്രമാണ്, ചാക്കോച്ചനാണ് ഈ സിനിമയിലെ നായകൻ. ശരിക്കും നായകനായി എന്നതുകൊണ്ട് എങ്ങനെയാണ് ഇത് അവരുടെ സിനിമയായി മാറുക? അങ്ങനെയാണെങ്കിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ കളങ്കാവൽ എന്ന സിനിമയിലെ നായകൻ വിനായകനാണ്. അപ്പോൾ അത് വിനായകൻ ചിത്രമായിട്ടല്ലേ മാറുകയുള്ളൂ? നമ്മളെല്ലാവരും മമ്മൂട്ടി സിനിമയായിട്ടാണ് അത് ആഘോഷിച്ചത്. പാട്രിയറ്റ് എന്ന സിനിമ ഒരു മമ്മൂട്ടി ചിത്രമോ, ഒരു ഫഹദ് സിനിമയോ, ഒരു മോഹൻലാൽ സിനിമയോ, ഒരു ചാക്കോച്ചൻ സിനിമയോ അല്ല. ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. അതിന്റെ അണിയറക്കാർ തന്നെ ഇതൊരു മമ്മൂട്ടി, മോഹൻലാൽ, മഹേഷ് നാരായണൻ സിനിമ എന്നുള്ള രീതിയിലാണ് ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. തീർച്ചയായും അത് അങ്ങനെ തന്നെയാണ്. ഈ സിനിമയുടെ വിജയപരാജയം ഈ താരങ്ങളെ എല്ലാം ബാധിക്കും. ഈ സിനിമ ഒരു 100 കോടി നേടിക്കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി ചിത്രമായി പാട്രിയറ്റ് മാറും. മോഹൻലാലിന്റെ 5ാമത്തെ 100 കോടി ചിത്രമായിട്ട് പാട്രിയറ്റ് മാറും. അതുപോലെ ഓരോ താരങ്ങൾക്കും ഈ സിനിമയിലെ വിജയപരാജയം അവകാശപ്പെട്ടതാണ്. ഇപ്പോൾ ഒരുപാട് വമ്പൻ സിനിമകൾ, അതായത് വമ്പൻ വിജയമായ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. 2018 മഞ്ഞുമൽ ബോയ്സ്, ഇപ്പോൾ ഇറങ്ങിയ വാഴ പോലും ഒരുപാട് താരങ്ങൾ ഒന്നിക്കുന്ന സിനിമയാണ്. ഇത് ഒരാളുടെ സിനിമയല്ല, എല്ലാവരുടെയും സിനിമയാണ്. തീർച്ചയായും മൾട്ടി സ്റ്റാർ സിനിമകൾ തന്നെയാണ്. ഇതിൽ വാഴ മാത്രമാണ് പുതുമുഖങ്ങൾ ഒന്നിച്ച സിനിമ. അതിൽ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. ഇപ്പോൾ 2018 അത് ഒരാളുടെ സിനിമയല്ല. മഞ്ഞുമൽ ബോയ്സ് ഒരാളുടെ സിനിമയല്ല. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പാട്രിയറ്റ് എന്ന സിനിമയും. ഇതിൽ വമ്പൻ താരങ്ങൾ ഒന്നിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത. മമ്മൂട്ടിക്കും കുഞ്ചാക്കോ ബോബനും ഈ സിനിമയിൽ 1.5 മണിക്കൂറിൽ കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ മോഹൻലാൽ ഈ സിനിമയിൽ 50 മിനിറ്റോളം പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നും പറയുന്നു. ഫഹദ് ഫാസിലും ഏകദേശം അത്രയും സമയം സ്ക്രീനിൽ ഉണ്ടാവും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതായത് എല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഓരോ പോസ്റ്ററും എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും മലയാളത്തിലെ വമ്പൻ താരങ്ങളായതുകൊണ്ട് അവർക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നു എന്നതൊഴിച്ചാൽ എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇത് ഒരാളുടെ സിനിമയല്ല, ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. എന്തായാലും മെയ് 1 തിയേറ്ററുകളിൽ പാട്രിയറ്റ് എന്ന സിനിമ ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾക്ക് ഒരുപാട് സർപ്രൈസ് മെയ് 1 തരും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നമ്മൾക്ക് സിനിമയെക്കുറിച്ച് ഒരു ധാരണയുണ്ട്. ആ ധാരണ കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാര്യം ആ സിനിമയുടെ ടീസറും ട്രെയിലറും തന്നെയാണ്. അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ പറഞ്ഞ ഒരു കാര്യം, ഞാനാണ് ഈ സിനിമയിലെ വില്ലൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്രയും വലിയൊരു സിനിമ ട്രെയിലറിലൂടെയും ടീസറിലൂടെയും എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മുന്നിലേക്ക് ഇട്ടുതരും എന്ന് തോന്നുന്നുണ്ടോ? അതുപോലെ ഫഹദ് ഫാസിൽ ഒറ്റയടിക്ക് ഞാനാണ് ഈ സിനിമയിലെ വില്ലൻ എന്ന് പറഞ്ഞ് സസ്പെൻസ് പൊളിക്കും എന്ന് തോന്നുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ഇതിലും വലുത് എന്തോ തരാൻ അവർ ഉദ്ദേശിക്കുന്നു, നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെയാണ് സിനിമയുടെ പോക്ക് എന്ന് കാണിച്ച് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റൊരു വിഷയം ഈ സിനിമയിലൂടെ നിങ്ങൾക്ക് കിട്ടും. തീർച്ചയായും നിങ്ങൾ ഞെട്ടും. നിങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടും എന്ന് ഉറപ്പാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങൾ ശരിയാണ് എങ്കിൽ സിനിമ കഴിഞ്ഞ് വരുമ്പോൾ വലിയൊരു ഞെട്ടലോടെ ആയിരിക്കും എല്ലാവരും തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോവുക. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും, പല താരങ്ങളും ഈ സിനിമയിൽ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഇവർ വെറുതെ ഒരു സാധാരണ വേഷത്തിൽ വന്ന് അഭിനയിച്ചു പോവും എന്ന് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് കാണും. അതുകൊണ്ട് തന്നെയാണ് പല ആൾക്കാരും ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഞെട്ടാൻ തയ്യാറായിക്കോളൂ. മെയ് 1 തിയേറ്ററുകളിൽ ഉത്സവമായിരിക്കും. എന്തായാലും മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രമായിട്ട് പാട്രിയറ്റ് എന്ന സിനിമ മാറും. ഇതൊരു മൾട്ടി സ്റ്റാർ സിനിമയാണ്. വമ്പൻ താരങ്ങൾ ഒന്നിക്കുന്ന സിനിമയാണ്. ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് ആയാലും മോഹൻലാൽ ഫാൻസ് ആയാലും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ പക്ഷം. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സിനിമ വലിയ വിജയമായി മാറട്ടെ. ഇത്തരം സിനിമകൾ വലിയ വിജയമായാൽ മാത്രമാണ് ഇനിയും ഒരുപാട് വലിയ സിനിമകൾ ഉണ്ടാവുകയുള്ളൂ. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. ഓക്കെ, പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.